ഹേ ഹലോ ഗൈസ്, ഇറ്റ്സ് മീ വഴിപോക്കൻ. ഞാനിന്നൊരു ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഞാൻ എൻ്റെ ഈ ഒരു എക്സ്പൾസ് എടുത്തത് മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് ഒരു മോട്ടോക്രോസ് ടൈപ്പ് ഹെൽമെറ്റ് വേണമെന്നുള്ളത്. കാരണം നമ്മളൊക്കെ ഓഫ് റോഡ് പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ടീംസൊക്കെ മോട്ടോക്രോസ് ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നതാണെന്ന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാനിപ്പോൾ പോകുന്നത് പാരിപ്പള്ളിയിലോട്ടാട്ടോ. പാരിപ്പള്ളിയിൽ നമ്മുടെ ഡ്യൂക്സണലിൻ്റെ ഷോപ്പിലേക്കാണ് നെക്സ്റ്റ് ഗിയർ. അപ്പോൾ അവിടെ ഞാൻ നോക്കുന്ന ഹെൽമെറ്റ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞാൽ കേട്ടോ. ഞാൻ ആദ്യമൊക്കെ നമ്മുടെ LS2 ഹെൽമെറ്റ് എടുക്കാമെന്ന് വെച്ചിട്ടാണോ ഇരുന്നത്. LS2 സബ്ബെറ്റർ അല്ല, അതിന് മുമ്പായിട്ടുള്ളൊരു വേരിയൻ്റ് ഉണ്ട്, അതായത് MX437 എന്ന് പറഞ്ഞിട്ട്. അതൊരു അടിപൊളി സാധനമാണ്. ഏകദേശം 7700 രൂപ അതിന് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആദ്യം നോക്കിയതാണ്. പിന്നെ അത് എവിടെ സ്റ്റോക്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ആക്സോർ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ ആക്സോറിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മോട്ടോക്രോസിൽ ആക്സോറിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കൂർത്തിട്ടായിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ കൂർത്തിട്ടിരിക്കുമ്പോൾ നമുക്ക് GoPro മൗണ്ട് ചെയ്യാനും ഭയങ്കര പാടുപിടിച്ചൊരു പണിയാണ്. പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ആകെ ഉള്ളത് SMK ആട്ടോ. SMKയിലാണെങ്കിൽ ഇഷ്ടം പോലെ ഗ്രാഫിക്സ് ഉണ്ട്. പക്ഷെ ആ ഗ്രാഫിക്സ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു സോളിഡായിട്ടുള്ളൊരു കളർ എടുക്കാമെന്ന് SMKയുടെ. അങ്ങനെ നമുക്ക് പണ്ട് തൊട്ടേ ബ്ലാക്കിനോടാണ് കമ്പം. അങ്ങനെ മാറ്റ് ബ്ലാക്ക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് പോവാം കേട്ടോ. അവിടെ ഷോപ്പിലുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഷോപ്പ് എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഗിയറിൽ എത്തി കേട്ടോ. അയ്യോ യെസ്, അതാ നമുക്ക് നോക്കാം. ആ ഉണ്ടോ? ഹലോ ഗൈസ്, ഇതാ നെക്സ്റ്റ് ഗിയറിൻ്റെ ഓണർ വന്നിരിക്കുകയാണ്. ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചാ. ഇതാ ഈ മോഡലാട്ടോ നമ്മൾ എടുക്കുന്നത്. ഓഫ് റോഡ് പോയിട്ട് ഹരം പിടിച്ച്. ഓക്കെ, ഇത് ലാർജ് അല്ലേ? നോക്കാം, ഒന്ന് ഇട്ട് നോക്കിയിട്ടൊക്കെ വരാം ഗൈസ്. ഇതാ നമ്മൾ ഈ ഒരു ഹെൽമെറ്റ് എടുത്ത് കേട്ടോ. ഇതാ ഹെൽമെറ്റ് SMKയുടെ. എന്താണെന്നറിയില്ല, ബ്ലാക്കിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്, അതുകൊണ്ട് ബ്ലാക്ക് എടുത്ത്. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഹെൽമെറ്റും ബ്ലാക്ക് ആട്ടോ. ഇത് മാറ്റ് ബ്ലാക്കാണ്, മറ്റേ ഗ്ലോസിയ. ഈ ഒരു ഗൂഗിൾസും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഹെൽമെറ്റിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തന്ന കേട്ടോ. താങ്ക് യു നെക്സ്റ്റ് ഗിയർ. ഇതാ ഒരു റെഡും ബ്ലൂവും. ഇനി ഇത് മാറ്റിയിട്ട് ഇതാ ഈ ഒരു സാധനം എടുക്കണം കേട്ടോ. ഇത് RCBയുടെ. ഇതൊരു വൈബ് ലുക്കാട്ടോ. ഇതിൻ്റെ ടിൻറ്റ് വരുന്നത് റെഡാണ്. അപ്പോൾ കുറച്ചും കൂടെ സീൻ ലുക്കായിരിക്കും ഈ RCBയുടെ. പിന്നെ നൈറ്റ് വിഷൻ പോലത്തെ സംഭവമൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതെന്നെങ്കിലൊക്കെ എടുക്കണം. തൽക്കാലത്തേക്ക് ഇതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ഗൈസ്, ഞാൻ ഹെൽമെറ്റൊക്കെ വാങ്ങി ഇറങ്ങി കേട്ടോ. ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ട്. കാരണം ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു ഹെൽമെറ്റ്, ഒരു മോട്ടോക്രോസ് ഹെൽമെറ്റ്. അതിപ്പോൾ കിട്ടി. നെക്സ്റ്റ് ഗിയറിൽ നിന്ന് അത്യാവശ്യം നല്ല ഡീലിലാട്ടോ ഹെൽമെറ്റ് കിട്ടിയത്. താങ്ക് യു നെക്സ്റ്റ് ഗിയർ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള മോട്ടോർ സൈക്കിൾ ആക്സറീസ് കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ കോണ്ടാക്ട് നെക്സ്റ്റ് ഗിയർ. ഓക്കെ. അപ്പോൾ ഞാൻ രാവിലെ ആയിട്ട് നിങ്ങൾക്ക് ഹെൽമെറ്റിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഹേ ഗൈസ്, അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഹെൽമെറ്റ്, എടുത്ത ഹെൽമെറ്റ്. ഞാനിപ്പോൾ കുറച്ച് യൂസ് ചെയ്ത് കേട്ടോ. സംഭവം യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ഈ ഒരു ഗൂഗിൾസ് അതിന് മാച്ചിങ് അല്ല. അപ്പോൾ ഗൂഗിൾസ് നമുക്ക് കുറച്ചാലും കൂടെ കഴിഞ്ഞിട്ട് ഈ ഒരു ഗൂഗിൾസ് മാറ്റണം കേട്ടോ. കുറച്ച് റെഡും RCBയുടെ ഗൂഗിൾസോ എല്ലാം നോക്കണം. കണ്ടില്ലേ, മേളൊക്കെ സെറ്റാണ്. മാറ്റ് ബ്ലാക്ക്, ഒരു അടിപൊളി മാറ്റ് ബ്ലാക്കാണ്. ഇതാ GoProയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ യൂസ് ചെയ്ത മൈക്ക് ഇതാട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബോയയുടെ BY-M1 എന്ന് പറഞ്ഞിട്ട്. ഇത് എങ്ങനെയെങ്കിലൊക്കെ ഈ ഒരു ആക്സോറിൻ്റെ അകത്ത് കുത്തി കയറ്റിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പുതിയ മൈക്ക് വാങ്ങിച്ചു, സോണിയുടെ ECM-LV1. ഈ ഒരു മൈക്കാകുമ്പോൾ നമുക്ക് ഈ ഒരു മൈക്ക് അഡാപ്റ്ററിൽ ഡയറക്റ്റ് കുത്താൻ പറ്റും. വേറെ സീനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മൈക്കും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. എവിടെ ഇത് കണ്ടോ, ഇതാണ് മൈക്ക്. ഇത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആട്ടോ. രണ്ട് സൈഡിലായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട്
പവറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഹേ ഗൈസ്, അപ്പോൾ ഇപ്പോൾ അല്ലേ നിശബ്ദമായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ ഗൂഗിൾസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കൊള്ളാമല്ലേ, കൊള്ളാം. മൂക്കിൽ ഗൂഗിൾസിൻ്റെ സാധനം വന്ന് തട്ടട്ടെ, അതുകൊണ്ട് മൂക്കടഞ്ഞു പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെൽമെറ്റിൽ ഗോപ്രോയും മൈക്കും എല്ലാം സെറ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഇത് എൻ്റെ സോണിയുടെ പുതിയ മൈക്ക് വെച്ചിട്ടാട്ടോ ഇപ്പോൾ നോക്കുന്നേ. നല്ല ഓഫ് റോഡ് ഹെൽമെറ്റ് ആയതുകൊണ്ട് കാറ്റ് നല്ല രീതിക്ക് അകത്തോട്ട് പിടിക്കും. പക്ഷേ സ്പീഡിന് പോകുമ്പോഴൊന്നും ഹെൽമെറ്റ് കാറ്റടിച്ച് പൊങ്ങിപ്പോണ സീനൊന്നും ഇല്ല കേട്ടോ. വേറെ സീനായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റും ക്യാമറ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫുൾ പവറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ അടിപൊളി ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഗിയറിനെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. ഈ ഒരു ഹെൽമെറ്റ് എടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം.